രാമായണം 20-ാം ദിവസം. ഹനുമാൻ ശ്രീരാമസന്നിധിയിൽ വന്ന് ലങ്കയിൽ പോയ കാര്യം അറിയിക്കുന്നു. അതിനുശേഷം രാമാദികൾ ലങ്ക ആക്രമിക്കുവാൻ തീരുമാനിക്കുന്നു. യുദ്ധകാന്ഡം ഇന്ന് ആരംഭിക്കുകയായി. ഹനുമാൻ ശ്രീരാമസന്നിധിയിൽ അനിലതന അങ്കദഞ്ജാംബവാദികൾ അഞ്ജസാ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പൂർണ്ണവേഗം നടന്നാശുചൻ നേടിനാൻ പുകൾ പെരിയ പുരുഷമണി രാമനു തിരുവടി. പുണ്യപൂരുഷൻ പുരുഷോത്തമൻ പരൻ പുരമദന ഹൃതിമരുവുമഖില ജഗദീശ്വരൻ പുഷ്കരനേത്തൻ പുരന്തര സേവിതൻ ഭുജഗപതി അയന ശലമലൻ ജഗൽപരി പരിപൂർണൻ പുരുഹൂത സോദരൻ മാധവൻ ഭുജഗനിവാഹജനാവാഹകൻ കേശവൻ പുഷ്കരപുത്രീ രമണൻ പുരാതനൻ ഭുജഗകുലഭൂഷണാരാധിതാംഗ്രിദ്വയൻ പുഷ്കര സംഭവ പൂജിതൻ നിർഗുണൻ ഭുവനപതി മഗപതി സഖാംപതി മകൽപതി പുഷ്കര ബാന്ധവ പുത്ര പ്രിയസഖി ഉദജനഹൃദിസ്തൻ പൂർദേവാരാധി പുഷ്കര ബാന്ധവ സംശമുദ്ഭവൻ ഭുജബലവദാംബരൻ പുണ്യജനാന്തകൻ ഭൂപതീനന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനധനപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജബകുലാധിപൻ പുണ്ടരീകാനനൻ പുഷ്പബാണാഭവൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയും മുതാ ദിഷ്ടപൂർണ ഭജിച്ചന്തികേ സന്തതം വിപനവു വിസുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ പുനരത ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർവമോദം പറഞ്ഞന്തനാത്മജൻ. സീതാവൃത്താന്ത നിവേദനം. കനിവിനോടു കണ്ടേനഹം ദേവിയത്തത്ര കർപ്പൂരേന്ദ്രാലയെ സങ്കടമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചതു താവകം കൂടെ സുമിത്രാതനയനും സാദരം ശിഥിലം ചിഗിരമുടശോകവനികയിൽ ശിംശബാമൂലദേശേ വസിച്ചിടിനാൾ അനശനമൊടുതി കൃശരീരയായന്മഹം ആശരാനാരി പരിഭൃതയാശുഭ അഴൽ പെരുകി മുറുകി ബഹുബാഷ്പവും വാർത്തു വാർത്തയ്യോ സദാ രാമരാമേദീ മന്ത്രവും മുഹുരഭി ജപിച്ചു വിലാപിച്ചു മുഗ്ധാംഗിമേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃശരീരനായ വൃക്ഷശാകാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം തവ ചരിതമൃതതമമകലമറിയിച്ചത് തമ്പിയോടും നിന്തിരുവടീതന്നോടും ചെറുതുടജപു വിരഹിതമായി വരും വിധവും എന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിതുസുതനോടു കടിതി സഖ്യമുണ്ടാക്കിയതും സംക്രാന്തനാത്മജൻ തന്നെ വധിച്ചതും ചിരിദുഹിതരണ്യാർത്ഥ അന്വേഷണാർത്ഥം കവീന്ദ്രനാൽ ഈശൗഘമാശു നിയുക്തമായിടിനാർ. അഹം അവരിലൊരുവനിവിടേക്കു വന്നിടിനേനർണവം ചാടിക്കടന്നതി വിദ്രുതം രവിതനയ സജീവഹമാശുഗനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമമും ഭവതിയെയുമിഹ തടുതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗാഗ്യം കൃതാർത്ഥോസ്മ്യഹം ഫലിതമഖിലം മമാദ്യ പ്രയാസം ഭൃതം പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി നിഖിലമാകന്യ ജാനകി മന്ദമന്ദം വിചാരിച്ചതു മാനസി ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമദാഗ്രേസനവൻ നിർണയം മമ നയനയുഗളപദമായതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മ ശരീരനായി
വിനയമൊടു തൊഴുതടിയിൽ വീണു വണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും. അറിവതിനു പറക നീ ആരെന്നതെന്നോടി ഇത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചലദാക്ഷിയും വിശ്വസിച്ചിടിനാൾ. അത് പൊഴുതിലകതളിരുഴൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ. കരതളിര് അതിനെ വിരവോട് വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ. ശിരസി വൃജി ഇളവു വിമുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചിതേറ്റവും. പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ. നിശിചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്ന് ചൊല്ലിയിടിനാൾ. തവ ചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ദ്രുതം. വയമവനീപതിയെ വിരവോടു കൂട്ടിക്കൊണ്ടുവന്നു ദശാശകുലവും മുടിച്ചുടൻ. സകതുകം അയോധ്യപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതുമേ. ദശരഥസുതനു വിശ്വാസാർത്ഥമായിനി ദേഹി മേ ദേഹി ചിഹ്നം ധന്യമാദരാൻ. പുനരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയെ. അതുമവനിസുതയുടഹമിങ്ങനെ ചൊന്നളവാജു ചൂടാരത്നമാദരാൽ നൽകിനാൻ. കമലമുഖികനിവിനൊടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം. കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊല്ലിനാൾ. തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞുമുൽത്താപം കലർന്നു മരുവും ദശാന്തരേ. ബഹുവിധവചോ വിഭാവേന ദുഃഖം തീർത്തു ബിംബാതിരേയെയും ആശ്വസിപ്പിച്ചു ഞാൻ. വിടയോട് മഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. അഖില നിശിചരകുലപതിക്കഭീഷ്ടാസ്പദം ആരാമമൊക്കെ കൊല ചെയ്തേന സംഖ്യകം. ദശവദനസുതനെ മഹുരക്ഷകുമാരനെ ദണ്ഡധാരാലയത്തിനയച്ചീടിനേ. അത ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായ ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചതൂപത ലങ്കാപുരം പിന്നെയും ദേവിതൻപദം. വിഗതഭയമടിയിണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരണനളിനമതു നൈവ വന്ദിച്ചിരു ദാസന്തയാനിതേ പാഹിമാം പാഹിമാം. ഇതി പവനസുതവചനമാഹന്ത കേട്ടളവിന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ. സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം. സദയമുപകാരമിച്ചെയ്തതിന്നാദരാൽ സർവസ്വവും മമ തന്നെ നിനക്കു ഞാൻ. പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരവിരമാവരന്മാരുത പുത്തനെ പൂർണ്ണമോദം ഉണർന്നിടിനാനാദരാൽ. ഉരസി മുഹുരവിമുഹുരണച്ചു പുൽകീടിനാൻ നോക്കെടോ മാരുതപുത്ര ഭാഗ്യോദയം. ഭുവനതലമതിലൊരുവനും ഇങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഖ സൗഭാഗ്യമുണ്ടായടോ. പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനയായ കഥയരുൾ ചെയ്തത് ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തിപരവശയായി വണങ്ങിടിനാൾ. കിളിമകളും അതിരസരസമിങ്ങനെ ചെന്നതു കേട്ടു മാലോകരും തെളിയേണമേ. ഇത് അധ്യാത്മരാമായണി ഉമാമഹേശ്വര സംവാദേ സുന്ദരകാന്ഡം സമാപ്തം. യുദ്ധകാന്ഡം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ
നാരായണ രാമ നാരായണ ഹരേ. രാമ രമാരമണാത്ത് ലോകീപദേ. രാമ സീതാഭിരാമ ത്രിദശ പ്രഭു. രാമ ലോകാഭിരാമ പ്രവണാത്മക. രാമ നാരായണാത്മാ രാമ ഭൂപദേ. രാമകഥാമൃതപ്പാന പൂർണ്ണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ചാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരു രാമായണ യുദ്ധം മനോഹരം. യുദ്ധമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവെന്നെങ്കിലും. ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രാനനെ ചെവീതന്നു മുതാ. രാമചന്ദ്ര ചരിത്രം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാൽ അരുൾ ചെയ്തിതാദരാ. ശ്രീരാമാദികളുടെ നിശ്ചയം. ദേവകളാലും അസാധ്യമായുള്ളോന്നും കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ. ചിത്തെ നിരൂപിക്ക പോലും അശക്യമാം അബ്ദി ശതയോജനയായതമസ്തമം. ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം പാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. മകരചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി. രാവണനെ പടയോട് മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം. പന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരൽ ഇവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരം ഇനിക്കളയാതെ രഘുപതി. ലങ്കയിൽ ചെന്ന് നാം ബുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നതു രാഘവ നിന്തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്യുക ജലനിധിയെ സത്വരം ചെയ്തു ബന്ധിക്കലു മാം ദൃഢം. വല്ല കളക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയന്വിതമിത്രപുത്രോക്തികൾ യുദ്ധമാകർണ്യ കാകുൽസ്ഥനും തൽക്ഷണി. മുന്നിലം മാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളീടിന. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളീടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിൽ മൂർധനീ ലങ്കാപുരം. പ്രാണഭയമില്ലയാതെ ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കലും ഉണ്ടതി ശോഭിതമായതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകൾ 7 പോലെ. 7 നന്നാലു ഗോപുര പങ്ക്തിയും
ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപാലപങ്ക്തിയും. അണ്ടർകോന്തിക്കിലെ ഗോപുരം കാപ്പതിൻ ഉണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ടൊരു കോടി നിശാചരർ. ദിക്കുകൾ 4-ലുമുള്ളതിൽ അർദ്ധമുണ്ടുഗ്രതയോടു നടുവുകാത്തിയിടുവാൻ. അന്തഃപുരം കാപ്പതിന്നുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടിജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും. അഞ്ജനശാലയും മദ്യപാനത്തിനും നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിവര ചിത്രാലങ്കാരഭേദമാതങ്കവാഹം പറയാവനല്ലനന്ദനും. തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ജന്നേൻ ബലാൽ. പുഷ്പിതാദ്യോദാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താചു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ. പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോരാത്മജനാകിയ ബാലകൻ അക്ഷയകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവീൻ മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ. 4 സൈന്യവും ഒടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിയേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പഴേ. കൊല്ലുക പൈകാധിപനെയെന്ന നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൻ. കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ. കൊല്ലാതെ അയക്കടയാളപ്പെടുത്തിരി നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലതിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസാ പുച്ഛം കൊളുത്തിവൻ അഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും. ചുട്ടുപൊട്ടിച്ചേൻ 200 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ. ലങ്കയിലുള്ള പടയിൽ 4 ഒടുക്കിനേൻ ത്വൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടും ഇനി കാലവിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോക്ഷം മഹാപ്രസ്ഥാനമാശു ഗുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാവഹം. ലംഘനം ചെയ്തു നക്തഞ്ചര നായക കിങ്കരന്മാരക്ഷണേന് പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു. ദശാനനൻ അഹങ്കൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ. പങ്കജനേത്രയെയും കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരംപുരുഷ പ്രഭോ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും. നക്ഷത്രമുതും വിജയപ്രദം രക്ഷോജനക്ഷമാമൂലം ഹരിപ്രദം. ദക്ഷിണ നേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗമിരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക രംഭപ്രമാതി പ്രമുഖരായുള്ളവർ. മുമ്പിൽ ഞാൻ
മാരുതി കണ്ടവുമേറി മൽപ്പിമ്പെ സുമിത്രാത്മജന്നങ്കദോവരി സുഗ്രീവനെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനനാം മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലി താരനും ചൊല്ലുള്ള വാനരനായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടിപ്പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുത് ആർക്കും വഴിക്കെടു. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു കുളച്ചു ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയം രാത്രിഞ്ജരേശ്വര രാജ്യം പ്രതി പരമാസ്തയാവേകാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നടക്കുന്നത് പോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈല ശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും ഉക്കു മഹേന്ദ്ര ജലാന്തികെ മേവിനാർ. മാരുതി തന്നെ കണ്ടതേജെ നിന്നു പാരിൽ ഇറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമർന്ന സൗമിത്രിയും പാരിൽ ഇഴിഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും ഭാരതീ തീരം പ്രവേശിച്ചനന്തരം സൂര്യനും ഭാരതീ തന്നെ പശ്ചിമ തീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാന്നിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു. പാരാതെ കൽപ്പിക്ക വേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ജനന്മാർ ഉപദ്രവിച്ചിടുവോ. ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗകഭയങ്കരം യത്തയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരംഗാങ്കൃടമഗാധമി ഇതുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യാരാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിയിടനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യ മതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിദാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിന. കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരാത്മാപരം പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോറ്റിന്മാർക്ക് തോന്നും വൃഥാ. ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെയോർത്താൽ കവാദന്മാരുടെ. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്ക ദശരഥപുത്രരും മർക്കാത്മജാതികളായ കവികളും വരാനിരിക്കു വടക്കേക്കര വന്ന് ഭാരതി പോലെ വരന്നോരനന്തരം ശങ്കാവീനം ജയിച്ചു ജഗത്തയം ലങ്കയിൽ വാഴുന്ന
ലങ്കേശ്വരൻ തഥാ. മന്ത്രികൾ തമ്മേ വരുത്തി വിരവൊടു മന്ത്രണികേതനം ബുക്കിരുന്നീടിനാൻ. ആതിഥേയാ സുരേന്ദ്രാദികൾക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും. ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമല്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ പൂക്കോട് വന്ന കമ്പുക്കൊരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതിരിച്ചാനനുഭവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്തനാമക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമിന്നിയെ. സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്തയും നാണമാവില്ലൊരു സംശയം. ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ദിതൻ ഉത്തരതീരെ മരുവുന്നു. കർത്തവ്യമെന്തു നമ്മാൽ ഇനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ, എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ ദതമവും യുദ്ധം ത്രിവിധമായുള്ള വിചാരവും. സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും. കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ. ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം. നല്ലതിനെന്നകമറ്റയായവനു ഉള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിവതു. മധ്യമമായുള്ള മന്ത്രമതെന്നിയെ ചിത്താഭിമാനേന താൻ പറഞ്ഞത്. ബാധിപ്പതെന്ന ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷയാ. കാലുഷ്യ ചേതസാ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം. നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ നരമമത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള വിങ്കിതച്ചെന്മാർ നിശാചരർ ചൊല്ലിനാർ. നന്നത്തെയും ഓർത്താൽ ഉള്ളമുള്ളിൽ എന്നൊരു കാര്യവിചാരമുണ്ടായത്. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിനെന്നാകുരാലവന്തു കവിച്ചിതു മാനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃത്രാരിയെപ്പുരായുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം. വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്തനാം മേഘനിദാതനെന്നോർക്ക നീ. വിത്തേജനപ്പുരായുദ്ധമധ്യേ ഭവാൻ ജിത്വാ ചിതശ്രമം പോരും ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയുമോർത്ത് കണ്ടോളവും. കാലനെപ്പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താലൊരു ഭയമുണ്ടാകും. ഓങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനാ മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസശൈലമിളക്കിയെടുത്തുടൻ നാലോലം അമ്മാനമാടിയ കാരണം. കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ. ത്രൈലോക്യ നിവാസികളെല്ലാം ബവൽബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ
വീരരായുള്ള നമുക്കോർക്കൽ നാണമാം. നാം ഒന്നുപേക്ഷിക്ക കാരണാലേതുമോ രാമയമിന്നിയെ പൊയ്ക്കൊണ്ടതും അവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളിലേകനെ മാനുഷജാതികൾ ഇല്ല ലോകത്തിങ്കൽ. വാനരജാതിയും ഇല്ലെന്നതും വരും. ഇന്നൊരു കാര്യ വിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും. എത്രയും ഭാരമിളപ്പം നമുക്കത് ഉൾത്താരിലോർത്തരുളേണം ജഗൽപ്രഭു. നക്തഞ്ചരവർ അവരിതം യുദ്ധം പറഞ്ഞളർ ഉൽത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതൻ അങ്കജമൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുലർന്നൂടമോദം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നെ ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശരനോടു ചൊല്ലിയിടിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേക സ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവനാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കെട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിരു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനെ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതം വണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിൽ അറിഞ്ഞിരിക്കുന്നതിന്നാകിലും. ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ. വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലതു. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാൻ ഇതിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കുവാൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ മാനസേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നു പോം മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടും ആപത്തു നിർണയം ഓർത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളം ഇന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൻ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ. ആശു വരുവൻ അനുജ്ഞ ചെയ്യിലൻ ആശരാധീശരനോടു ചൊല്ലിയിടിനാൻ.